നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഗൂഗിൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ് ബോട്ടായ ജെമിനി മാറ്റത്തിനൊരുങ്ങുന്നു. ആൻഡ്രോയിഡിൽ മ്യൂസിക് ആപ്പുകളിൽ പാട്ട് പ്ലേ ചെയ്യാനായി വോയിസ് കമാൻഡായി പ്രവർത്തിക്കാനുള്ള മാറ്റമാണ് ജെമിനിയിൽ വരുത്തുന്നത്. ആൻഡ്രോയിഡിനുള്ള ജെമിനി ആപ്പിലെ സെറ്റിംഗ്സ് ഓപ്ഷനിൽ പുതിയ സംവിധാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ഏത് ആപ്പിൽ നിന്നാണ് പാട്ട് സെലക്ട് ചെയ്യേണ്ടത് എന്നതുൾപ്പെടെയുള്ള സൗകര്യങ്ങൾ പുതിയ ഫീച്ചറിലുണ്ട്. ഈ വർഷം ആദ്യമാണ് ഗൂഗിൾ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് ജെമിനിയെ ഗൂഗിൾ ഉൾപ്പെടുത്തിയത്. ജെമിനി ചാറ്റ് ബോട്ടിന്റെ പുതിയ പതിപ്പിലോ ബീറ്റയിലോ ഈ ഓപ്ഷനുകൾ ലഭ്യമാണോ എന്നതിൽ വ്യക്തതയില്ല. യൂട്യൂബ് മ്യൂസിക്, സ്പോട്ടിഫൈ തുടങ്ങിയ മ്യൂസിക് ആപ്പുകളിൽ ജെമിനി ചാറ്റ് ബോട്ട് വഴി പാട്ട് പ്ലേ ചെയ്യാൻ സാധിക്കും. ആൻഡ്രോയിഡിന്റെ പഴയ വേർഷനുകളായ 10ലും 11ലും ഇപ്പോൾ ജെമിനി ലഭ്യമാണ്. 2023 ഡിസംബറിലാണ് ഗൂഗിൾ ജെമിനിയെ അവതരിപ്പിച്ചത്. ചാറ്റ് GTPയെ പിന്നിലാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ജെമിനിയെ ഇറക്കിയത്. അൾട്രാ, പ്രോ, നാനോ എന്നിങ്ങനെ 3 മോഡലുകളിലാണ് ജെമിനി എത്തിയത്. ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നതിന് നേരത്തെ ഗൂഗിൾ ജെമിനിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. സുപ്രധാനവും ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ടതുമായി വിഷയമായതിനാൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ജെമിനി പ്രതികരണം നൽകുന്നതിൽ ഞങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്താൻ ആരംഭിച്ചിരിക്കുന്നു. ഇത്തരം ചോദ്യങ്ങൾക്ക് ഉയർന്ന നിലവാരമുള്ള ഉത്തരങ്ങൾ നൽകേണ്ടതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് എന്നായിരുന്നു വിഷയത്തിൽ ഗൂഗിളിന്റെ വിശദീകരണം. നരേന്ദ്രമോദി സർക്കാരിന്റെ നയങ്ങളെക്കുറിച്ച് വിവാദപരമായ പ്രതികരണം നൽകിയതിന് ജെമിനിയെ കേന്ദ്രം വിമർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഗൂഗിൾ ജെമിനിക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്.